ഉത്തരേന്ത്യയിലേക്ക് എന്നാൽ അവിടെ ഉത്തരാഖണ്ഡിൽ ഇന്നും കനത്ത മഴയ്ക്കുള്ള സാധ്യതയാണ്. കഴിഞ്ഞ ദിവസത്തെ മിന്നൽ പ്രളയത്തിൽ നിന്ന് ഡെറാഡൂണിൻ്റെ പ്രാന്തപ്രദേശങ്ങളടക്കം ഇതുവരെ കരകയറിയിട്ടില്ല. വലിയ രക്ഷാദൗത്യമാണ് സേനകൾ ഇപ്പോഴും അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉത്തരാഖണ്ഡിൽ പ്രത്യേകിച്ചും ഡെറാഡൂണിലടക്കം ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ മഴക്കെടുതിയിലുണ്ടായ നാശനഷ്ടങ്ങൾ അത് വളരെ വളരെ വലുതാണ്. 16 ആളുകളെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ NDRFും SDRFും ചേർന്ന് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഈ മഴക്കെടുതിയുടെ ആഘാതം നേരിട്ടിരിക്കുന്നത് കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ അത് സഹസ്രധാര തന്നെയാണ്. അവിടെയാണ് ഈ മേഘവിസ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നൈനിറ്റാളിലും ഋഷികേശിലും അടക്കം പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം കഴിഞ്ഞ ദിവസത്തെ മഴയിൽ വലിയ തോതിൽ നദികളിലടക്കം വെള്ളം കയറി മിന്നൽ പ്രളയവും അതിന് പിന്നാലെ മണ്ണിടിച്ചിലും ചളിയും പാറക്കല്ലും എല്ലാം തന്നെ വീടുകളിലേക്കും വീടിരിക്കുന്ന പ്രദേശങ്ങളിലേക്കും റോഡുകളിലേക്കും പാലങ്ങളിലേക്കും എല്ലാം ഒലിച്ചിറങ്ങി പലതും തകർന്നു പോയി. ഭാഗികമായിട്ടും പൂർണ്ണമായിട്ടും എല്ലാം 21-ലധികം റോഡുകളാണ് ഉത്തരാഖണ്ഡിൽ ഡെറാഡൂണിലടക്കം തകർന്നു പോയിരിക്കുന്നത്. 15 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 15 പേരുടെ മൃതദേഹമാണ് ലഭിച്ചിട്ടുള്ളത്. അതിൽ 13 ഡെറാഡൂണിൽ തന്നെയാണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹിമാചലിലും വലിയ തോതിൽ പ്രശ്നങ്ങളുണ്ട്. ഈ രണ്ടിടത്തും, അതായത് ഹിമാചൽ പ്രദേശിലെ മണ്ഡിയിലും അതുപോലെ ഡെറാഡൂണിലും ഉത്തരാഖണ്ഡിലാകെയും വരും മണിക്കൂറിൽ ഒരുപക്ഷെ അടുത്ത 3 മണിക്കൂറിലൊക്കെ വീണ്ടും കാലാവസ്ഥ മാറി അതിതീവ്രമായിട്ടുള്ള മഴയ്ക്കൊരു സാധ്യതയുണ്ടെന്ന കാര്യം കൂടിയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല റോഡൊക്കെ തകർന്നതുകൊണ്ട് വലിയ കൂറ്റൻ JCBകളും ഈ ബുൾഡോസറുകളും ഒക്കെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഇടങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതെല്ലാം വെല്ലുവിളി നേരിട്ടുകൊണ്ടാണ് ഇപ്പോൾ എന്തായാലും സമയത്തെ കൂടി വെല്ലുവിളിച്ച് ഈ രക്ഷാദൗത്യവുമായി കേന്ദ്ര സേനയും സംസ്ഥാന സേനകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.